പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 22 പ്രധാന വാർത്തകൾ. എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും ഇലക്ട്രോണിക് പേയ്മെന്റ് സൗകര്യമൊരുക്കണമെന്നും ഫോൺ നമ്പറുകൾ വഴി ബാങ്ക് ട്രാൻസ്ഫറുകൾ അഭ്യർത്ഥിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇലക്ട്രോണിക് പേയ്മെന്റ് ഓപ്ഷനുകൾ നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ഉപഭോക്തൃ തചാവുബ് പ്ലാറ്റ്ഫോം വഴി റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഉപഭോക്താക്കൾക്ക് പേയ്മെന്റ് സേവനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കട ഉടമകൾക്കായി നിരവധി ബോധവൽക്കരണ പരിപാടികൾ മന്ത്രാലയം നടത്തിയിരുന്നു. ക്രയവിക്രയ പ്രവർത്തനങ്ങൾ, കസ്റ്റമർ സർവീസ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ എന്നിവ ത്വരിതപ്പെടുത്തുന്നതിന് പുറമെ പണമിടപാടിലെ സുരക്ഷാ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനും സമഗ്രമായ ഡിജിറ്റൽ പരിവർത്തനം കൈവരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പേയ്മെന്റ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. മോഷണം, വഞ്ചന, വ്യാജ ബില്ലിംഗ് എന്നിവ തടയലും ഇതിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇത് നടപ്പിൽ വരുത്താത്ത സ്ഥാപനങ്ങൾക്കെതിരെ പിഴയടക്കമുള്ള നടപടികൾ അധികൃതർ എടുക്കുകയും ചെയ്തിരുന്നു. നൂറുകണക്കിന് സ്ഥാപനങ്ങളാണ് പിഴ അടയ്ക്കേണ്ടി വന്നത്. മുഴുവൻ ഗവർണറേറ്റുകളിലും പണരഹിത ഇടപാടുകൾ ഉറപ്പുവരുത്തുന്നതിനായി മന്ത്രാലയം പരിശോധന തുടരുകയാണ്. 2022 മെയ് മാസത്തിലാണ് വിവിധ മേഖലകളിൽ പേയ്മെന്റ് നിർബന്ധമാക്കി മന്ത്രാലയം ഉത്തരവ് പ്രാബല്യത്തിൽ വന്നത്. പേയ്മെന്റ് സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ 100 റിയാലാണ് പിഴ. ഒമാൻ വിഷൻ 2040 കീഴിലുള്ള ഡിജിറ്റൽ മാറ്റം സാക്ഷാത്കരിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണിത്. വിവിധ ഗവർണറേറ്റുകളിൽ തയ്യൽ കടകളിൽ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പുരുഷന്മാരുടെ ടൈലറിംഗ് കടകളിലായിരുന്നു പരിശോധന. ഒമാനി വസ്ത്രരീതികളെ വികലമാക്കുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. ദിഷ്നാശ തയ്ക്കുമ്പോഴുള്ള മാനദണ്ഡം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തലും പരിശോധനയുടെ ലക്ഷ്യമായിരുന്നു. തെക്കൻ ബാത്തിന, ദാഹിറ, ദാഖിലിയ ഗവർണറേറ്റുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടന്നു. വരും ദിവസങ്ങളിലും തയ്യൽ കടകളിൽ മന്ത്രാലയത്തിന്റെ പരിശോധന വിഭാഗം ഉദ്യോഗസ്ഥരെത്തും. അതേസമയം പെരുന്നാൾ സീസൺ ആയതോടെ തുന്നൽ കടകളിൽ തിരക്ക് വർദ്ധിച്ചു. രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ജോലി ചെയ്താണ് ഉപയോക്താക്കളെല്ലാം കടകൾ പരിഗണിക്കുന്നത്. പെരുന്നാളിനോടനുബന്ധിച്ച് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതിനാൽ അധിക കടകളിലും ഇപ്പോൾ ഓർഡർ എടുക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. നോമ്പ് പകുതിയാകുന്നതിന് മുമ്പ് തന്നെ പ്രധാന നഗരങ്ങളിലെ ടൈലർ ഷോപ്പുകളിലെല്ലാം തിരക്ക് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് ഷോപ്പിംഗ് മാളുകളും ഈദ് വിപണിയും ഇക്കുറി നേരത്തെ ഉണർന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. സ്വദേശികളും വിദേശികളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് വസ്ത്രം തയ്ക്കാനായി തുന്നൽ കടകളെ അവലംബിക്കുന്നത്. ദാഹിറ ഗവർണറേറ്റിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച നിരോധിത സിഗരറ്റുകൾ പിടിച്ചെടുത്തു. റോയൽ ഒമാൻ പോലീസ് യങ്കലിൽ നടത്തിയ പരിശോധനയിലാണ് വൻതോതിൽ സിഗരറ്റുകൾ കണ്ടെത്തിയത്. വാഹനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സിഗരറ്റുകളെന്നും പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. പ്രതി ഏഷ്യൻ രാജ്യക്കാരാണ്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും പോലീസ് പറഞ്ഞു. ലോകമെമ്പാടുമുള്ള എയർലൈനുകൾ സൗജന്യ ചെക്ക്ഡ് ബാഗേജുകൾ അനുവദിക്കുന്നത് അവസാനിപ്പിക്കാനൊരുങ്ങുന്നു. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ഈ പോളിസിയിൽ മാറ്റം വരുത്തുന്നത്. ഈയിടെ ഇന്ത്യൻ ബജറ്റ് കരിയറായ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇത്തരമൊരു നീക്കം നടത്തിയിരുന്നു. ഈ വർഷം കൂടുതൽ എയർലൈനുകൾ സമാന നീക്കം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില എയർലൈനുകൾ ഇതിനകം തന്നെ ആഭ്യന്തര വിമാനങ്ങൾക്ക് ചെക്ക്ഡ് ബാഗേജുകൾക്ക് ഫീസ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വർദ്ധിച്ചുവരുന്ന പ്രവർത്തന ചെലവുകൾ നേരിടാനാണ് ബാഗേജ് ഫീസ് ഏർപ്പെടുത്താനുള്ള നീക്കം എയർലൈനുകൾ നടത്തുന്നത്. അതേസമയം ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയറും ബാഗേജ് നിയമത്തിൽ മാറ്റം വരുത്തുകയും സൗജന്യ ബാഗേജ് ഒഴിവാക്കുകയും ഹാൻഡ് ബാഗേജ് 5 കിലോയാക്കി കുറയ്ക്കുകയും ചെയ്തിരുന്നു. പല ബജറ്റ് എയർലൈനുകളും ഫ്ലെക്സിബിൾ പെയ്ഡ് ബാഗേജ് ഓപ്ഷനുകളാണ് വാഗ്ദാനം ചെയ്യുന്നത്. യാത്രക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ അലവൻസുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സാധിക്കുന്ന സൗകര്യവും ലഭ്യമാണ്. എയർലൈനുകൾ ബാഗേജ് ഫീസിലേക്ക് മാറുന്നതിനാൽ അപ്രതീക്ഷിത ചെലവുകൾ ഒഴിവാക്കാൻ യാത്രക്കാർ അവരുടെ വിമാന യാത്ര ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യണമെന്ന് ട്രാവൽ രംഗത്തുള്ളവർ ഓർമ്മപ്പെടുത്തുന്നു. ഹാൻഡ് ബാഗേജിൽ അലവൻസിൽ
കണിശത കാണിക്കുന്നതും ഒന്നിലധികം പാക്കേജുകൾ അനുവദിക്കാതിരിക്കുന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പാക്കേജുകൾക്ക് പ്രീപെയ്ഡ് പാക്കേജ് ഓപ്ഷനുകൾ സ്വീകരിക്കുന്നത് എയർപോർട്ടിൽ കൂടുതൽ പണം നൽകേണ്ടി വരുന്നത് ഒഴിവാക്കാൻ സാധിക്കുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിൽ സ്കൂളുകൾക്ക് അവധിക്കാലം ആരംഭിക്കുന്ന മാർച്ച് അവസാനത്തോടെ ഒമാനിലേക്കുള്ള യാത്രയ്ക്കായി ടിക്കറ്റ് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് പ്രവാസികളുടെ കുടുംബങ്ങൾ. എന്നാൽ സാഹചര്യം മനസ്സിലാക്കി ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വിമാന കമ്പനികൾ. നിലവിലെ നിരക്കുകളുടെ 3 ഇരട്ടി അധികം നൽകി വേണം കേരള സെക്ടറുകളിൽ നിന്ന് ഒമാനിലെത്താൻ. പെരുന്നാളിന്റെ തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിലും പെരുന്നാൾ കഴിഞ്ഞ ശേഷമുള്ള തൊട്ടടുത്ത ദിവസങ്ങളിലുമാണ് ഈ നിരക്ക് വർധനവ്. നിലവിൽ കോഴിക്കോട്ട് നിന്ന് മസ്കത്തിലേക്ക് 49 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. മാർച്ച് അവസാനത്തോടെ ഇത് 88 റിയാൽ മുതൽ 102 റിയാൽ വരെയാകും. കൊച്ചിയിൽ നിന്ന് 39 റിയാലിന് ഇപ്പോൾ മസ്കത്തിലെത്താം. എന്നാൽ റംസാൻ അവസാന ദിവസത്തിൽ ഇത് 80 റിയാലിന് മുകളിലാകും. തിരുവനന്തപുരത്ത് നിന്നുള്ള നിരക്ക് 100 റിയാലിന് മുകളിലെത്തും. കണ്ണൂരിൽ നിന്ന് മാത്രമാണ് നേരിയ കുറവുള്ളത്. 3 അംഗ കുടുംബത്തിന് ഒമാനിലെത്താൻ 50,000 റിയാലിന് മുകളിൽ ടിക്കറ്റ് ഇനത്തിൽ നൽകണം. വിസ നിരക്കും മറ്റ് ചെലവുകളും ഇതിനു പുറമെയാണ്. താമസം ഒഴികെയുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പാക്കേജുകൾ നൽകുന്ന ട്രാവൽ ഏജൻസികളുമുണ്ട്. ഈ വർഷം മലയാളി കുടുംബങ്ങളുടെ ഗൾഫ് കാണൽ വർദ്ധിക്കാനിടയുള്ളതായി വ്യോമയാന കമ്പനികളും കണക്കുകൂട്ടുന്നു. ഈ ഘട്ടത്തിലാണ് നിരക്കുയർത്തി പരമാവധി പ്രവാസികളെ പിഴിയുന്നത്. കേരളത്തിൽ സ്കൂൾ അവധിക്കാലത്തേക്ക് നീങ്ങുകയാണ്. ഈ ഘട്ടത്തിൽ പ്രവാസി കുടുംബങ്ങൾ കൂട്ടത്തോടെ ഗൾഫ് രാജ്യങ്ങളിലെത്തും. മാർച്ച് അവസാന ദിനങ്ങളിലെത്തുന്ന ചെറിയ പെരുന്നാൾ ആഘോഷം ഒമാനിലാക്കാൻ ഇത്തവണ കൂടുതൽ കുടുംബങ്ങൾ ഒമാനിലുള്ള പ്രവാസികൾക്ക് അരികിലെത്തും. 1 മാസം മുതൽ 3 മാസം വരെയുള്ള സന്ദർശക ടൂറിസ്റ്റ് വിസകളിൽ എത്തുന്നവരാകും കൂടുതൽ. ഫാമിലി ജോയിനിങ് വിസയിൽ എത്തുന്നവരുമുണ്ട്. കുറഞ്ഞ ശമ്പളക്കാർക്കും നിലവിൽ കുടുംബ വിസ നൽകുന്നതും ഏറെ സൗകര്യപ്രദമാണ്. നിരക്കുകൾ ഏകദേശം സമാനമാണ്. നിരവധി മലയാളി കുടുംബങ്ങൾ ഇതിനോടകം വിസയും ടിക്കറ്റും സ്വന്തമാക്കിയതായി ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു. വീടുകളിലുണ്ടാകുന്ന തീപിടുത്തങ്ങൾക്ക് കാരണമാകുന്ന വസ്തുക്കളെ വ്യക്തമാക്കി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഡിഫൻസ്. ലോഹത്തിന്റെ അംശമുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് അപകടങ്ങൾക്ക് മുഖ്യ കാരണമാകുന്നു. ഇലക്ട്രിക് ഉപകരണങ്ങളുടെ അശ്രദ്ധയോടെയുള്ള ഉപയോഗവും അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്ന അലുമിനിയം പാത്രങ്ങൾ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ലോഹങ്ങളുടെ അംശം അടങ്ങിയിട്ടില്ലാത്ത പാത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്നും സിവിൽ ഡിഫൻസ് ഉണർത്തി. മൈക്രോവേവ് ഓവനുകൾ അശ്രദ്ധയോടെ ഉപയോഗിക്കുന്നത് മൂലം സംഭവിക്കുന്ന നിരവധി അപകടങ്ങളാണ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇവയിൽ ഉപയോഗിക്കുന്ന അലുമിനിയം അടങ്ങിയ വിവിധ പാത്രങ്ങൾ പെട്ടെന്ന് ചൂടാവുകയും തീപിടുത്തം ഉണ്ടാവുകയും ചെയ്യുന്നു. അധികൃതർ നിർദ്ദേശിക്കുന്ന സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ കെട്ടിട ഉടമകൾ തയ്യാറാകുന്നില്ല എന്നത് അപകടങ്ങളിൽ പോലും തീ പെട്ടെന്ന് പടരാനും കാരണമാകുന്നു. ഇതോടുകൂടി വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.